ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരൾ പാഠാവലി ഹിന്दी कक्षा 7 इकाई 1. चित्र में एक लड़की ഒരു പെൺകുട്ടി खिड़की से देख रही है, ജനലിലൂടെ നോക്കുന്നുണ്ട്. सामने മുൻഭാഗത്ത് एक पेड़ है, पेड़ पर फूल है. पेड़ मीन्स मरम, मरത്തിൽ फूल है, പൂക്കളുണ്ട്. पेज नंबर 9. इसमें एक पत्र है. पत्र मीन्स चिट्टी. चिट्टी കത്ത്. കത്തിന് ഹിന്ദിയിൽ ചിട്ടി എന്ന് പറയും, പത്ര എന്ന് പറയും, കത്ത് എന്നും പറയും. ഓക്കെ, നോക്കാം. കത്തെഴുതുമ്പോൾ ആദ്യം മുകളിലായി എന്താണ്? ഹൗസ് നെയിം, കശ്യപ് നിവാസ്. പ്ലേസ്, അതായത് നമ്മൾ എവിടെയാണോ അവിടെ. ജൂഹു മുംബൈ. പിന്നെ സിറ്റി എഴുതിയിരിക്കുന്നു, മുംബൈയിലെ ജൂഹു എന്ന സ്ഥലത്ത്. 4 മെയ് 2014. അത് കഴിഞ്ഞാൽ അഭിസംബോധന. പ്രിയ നിർമ്മൽ, പ്രിയപ്പെട്ട നിർമ്മൽ, നമസ്തേ. परसों मेरे प्यारे गुलमोहर के पेड़ का 5वीं जन्मदिन है. परसों മറ്റന്നാൾ മേരെ പ്യാരെ ഗുൽമോഹർക്കെ, എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിൻ്റെ, പേടുക മരത്തിൻ്റെ 5वीं ജന്മദിൻ ഹെ, 5ാമത്തെ ജന്മദിനമാണ്. മേ ഉസ്കി വർഷഗാണ്ട് മനാ രഹി ഹും, ഞാൻ അതിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. തും ജറൂർ ആന, നീ തീർച്ചയായും വരണം. പർസോ ഷാം കോ 4:30 ബജെ. പർസോ ഷാം കോ 4:30 ബജെ എന്ന് പറഞ്ഞാൽ പർസോ മറ്റന്നാൾ, ഷാം കോ വൈകുന്നേരം, 4:30 ബജെ 4:30 മണിക്ക്. തുംഹാരി മീന, നിന്റെ സ്വന്തം മീന. അപ്പോൾ ഈ കത്തെഴുതിയത് ആരാണ്? കത്തെഴുതിയത് മീന. ആർക്കാണ് എഴുതിയത്? നിർമ്മലിന്. പേജ് നമ്പർ 10. പേജ് നമ്പർ 10 ഒരു പെൺകുട്ടി ഫോൺ ചെയ്യുന്ന ചിത്രം കാണാം. നോക്കാം. हेलो हेलो निर्मल, कैसी हो? तुम्हें मेरी चिट्ठी मिल गई? അപ്പോൾ ഇത് നിർമ്മലും മീനയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. അപ്പോൾ നിർമ്മലിനോട് മീന ചോദിക്കുകയാണ്, ഹലോ നിർമ്മൽ, കൈസി ഹോ? ആ നിർമ്മൽ, സുഖമല്ലേ? തുമേ മേരി ചിട്ടി മിൽ ഗയി, നിനക്കെൻ്റെ കത്ത് കിട്ടിയോ? ഹാ ഇസ്ലിയെ तो ടെലിഫോൺ കർ രഹി ഹൂം. ആ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. മുझे तुम्हारी चिट्ठी समझ में ही नहीं आई. എനിക്ക് നിന്റെ കത്തിലുള്ളതൊന്നും മനസ്സിലായിട്ടേ ഇല്ല. കിസ്ക ജന്മദിൻ ഹെ, ആരുടെ ജന്മദിനമാണ്? അരെ ലിഖാത്തോ ധാ ചിട്ടിമേ, ചിട്ടിയിൽ എഴുതിയിരുന്നല്ലോ, കത്തിൽ എഴുതിയിരുന്നല്ലോ. ഹമാരെ ഗുൽമോഹർ കെ പേടുക, നമ്മുടെ ഗുൽമോഹർ മരത്തിന്റെ. ഗുൽമോഹർ കെ പേടുക, ഗുൽമോഹർ മരത്തിന്റെയോ? അരെ കൊയ് പേടുക ഭി ജന്മദിൻ മനാത്താ ഹെ, ആരെങ്കിലും മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുമോ? തും മേരെ സാത്ത് മജാക് തോ നഹി കർ രഹി, നീ എന്നോട് തമാശ പറഞ്ഞതാണോ? നീ എന്നെ കളിയാക്കിയതൊന്നുമല്ലല്ലോ. സച്ച് സച്ച് ബത്താവോ മീന, സത്യം സത്യമായിട്ട് പറയൂ മീന. നിർമ്മൽ പറയാണ്, നിർമ്മലിന് മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന കത്ത് കിട്ടിയപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ്. മരത്തിന്റെ ജന്മദിനമോ? ഇതെന്താണ് കത്തിൽ? എന്നെ തമാശയാക്കിയതാണോ, എന്നെ കളിയാക്കിയതാണോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിർമ്മൽ വിളിച്ചിട്ടുള്ളത്. സച്ച്, സത്യമാണ് പറയുന്നത്. മേ മസാക് നെഹി കർ രഹി, ഞാൻ തമാശ പറഞ്ഞതല്ല. പർ പേടുക്ക ജന്മദിനം ക്യോ മനാ രഹി ഹോ, പക്ഷേ മരത്തിന്റെ ജന്മദിനമാണ് എന്തിനാണ് ആഘോഷിക്കുന്നത്? ഹാ ഇസ്കി ഏക് കഹാനി ഹെ, ആ അതിനൊരു കഥയുണ്ട്. ബസ് തും ജറൂർ ആന, ശരി നീ തീർച്ചയായും വരൂ. മേ തുമേ സാരി കഹാനി ബത്താ ദൂങ്കി, ഞാൻ തുമേ നിനക്ക് സാരി മുഴുവൻ കഹാനി കഥകളും ബത്താ ദൂങ്കി പറഞ്ഞു തരാം. അച്ഛാ ജറൂർ ആവുകി, ശരി ഞാൻ തീർച്ചയായും വരാം. പേജ് നമ്പർ 11. ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹർ മരത്തിന്റെ ജന്മദിനം. എഴുതിയിരിക്കുന്നത് സന്തോഷ് സാഹ്നി. 6 മെയ് की शाम, മെയ് 6 വൈകുന്നേരം. മീന के घर के बगीचे में गुलमोहर के पेड़ के नीचे. മീന के घर के बगीचे में, മീനയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ. ബഗീച്ച പൂന്തോട്ടം. ഗുൽമോഹർ കെ പേട് കെ നീച്ചെ, ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിൽ താഴെ.
ഏക്ക് ദരി ബിച്ചി ഹെ, ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ദരി പർ, ദരിക്ക് മുകളിൽ സഫേദ് ചാദർ ഹെ, ഒരു വെള്ള വിരിപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു പുതപ്പ്, ഒരു ബെഡ്ഷീറ്റ്. ഏക്ക് ഓർ, ഒരു ഭാഗത്ത് ഖാനെ പീനേക്ക് ചീസെ രഖി ഹെ, ഭക്ഷിക്കാനും കുടിക്കാനുമൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു ഔർ ഷീല ബാത്തേം കർത്തി ചലി ആ രഹി ഹെ. ആരൊക്കെയാണ് നടന്നു വരുന്നത്? നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു ഔർ ഷീല. ഇവരെല്ലാവരും ബാത്തേം കർത്തി, സംസാരിച്ചുകൊണ്ട് ചലി ആ രഹി ഹെ, നടന്നുകൊണ്ട് വരുന്നു. സബ്കെ ഹാത്തോമേ ഉപഹാർ ഹെ, എല്ലാവരുടെ കയ്യിലും സമ്മാനമുണ്ട്, ഗിഫ്റ്റ്. മീന ദിഖാവോ തോ വോ ഗുൽമോഹർ കഹാ ഹെ, മീന കാണിച്ചു തരൂ, എവിടെയാണ് ആ ഗുൽമോഹർ? നിർമ്മൽ ബോലി, നിർമ്മൽ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടി മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കാനായി സമ്മാനങ്ങളുമായി എത്തിയതാണ് അല്ലേ. പേജ് നമ്പർ 12, പേജ് നമ്പർ 12 നോക്കൂ. ആവോ ആവോ യേ ദേഖോ, വരൂ വരൂ, ദാ നോക്കൂ. മീനാനെ ബഗീച്ചെ മേ ഉൻഹെ ഗുൽമോഹർ കാ വൃക്ഷ ദിഖായ. മീന ബഗീച്ചെ മേ, പൂന്തോട്ടത്തിൽ, ഉനെ അവർക്ക് ഗുൽമോഹർ കാ വൃക്ഷ ദിഖായ, ഗുൽമോഹർ മരം കാണിച്ചു കൊടുത്തു. കോമൾ കോമൾ പത്തിയോ വല ഏക് സുന്ദർ വൃക്ഷ, ഹായ് സോഫ്റ്റ്, മൃദുലമായ ഇലകളോട് കൂടിയ ഏക് സുന്ദർ വൃക്ഷ, ഒരു സുന്ദരമായ വൃക്ഷം. പത്തിയോ കെ ബീച്ച് മേസെ, ഇലകൾക്ക് നടുവിലൂടെ ലാൽ ഔർ കേസരിയ രംഗ് കെ സുന്ദർ ഫൂൽ, ചുവപ്പും കുങ്കുമവും, ലാൽ ഔർ കേസരിയ, ചുവപ്പും കുങ്കുമവും, രംഗ് കെ നിറമുള്ള, സുന്ദർ ഫൂൽ, സുന്ദരമായ പൂക്കൾ, ജാഗ്രഹേതെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. മാനോ തോന്നും മീനാക്കി സഹേലിയോക്കോ ദേഖക്കർ ധീമേ ധീമേ മുസ്കരാ രഹേ ഹോ, കണ്ടാൽ എന്താണ് തോന്നുക? മീനയുടെ കൂട്ടുകാരികളെ കണ്ടിട്ട് ധീമേ ധീമേ, പതുക്കെ പതുക്കെ, മുസ്കുരാ രഹേ ഹോ, പുഞ്ചിരിക്കുകയാണെന്ന് തോന്നും. ഇനി നോക്കുക. മീനാക്കി സഹേലിയ ഉസ്കെ ഘർ പഹുഞ്ചി, മീനയുടെ കൂട്ടുകാരികൾ അവളുടെ വീട്ടിലെത്തി. ബഗീച്ചയ്ക്ക് സാമനെ, പൂന്തോട്ടത്തിന്റെ മുൻഭാഗത്ത്, ഏക്ക് പോസ്റ്റർ ലഗായ ഥ, ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. വോ പോസ്റ്റർ കൈസാ ഹോഗ, ആ പോസ്റ്റർ എങ്ങനെയായിരിക്കും? ഇവിടെ നിങ്ങൾ ആ പോസ്റ്റർ വരയ്ക്കുക. ഒരു പോസ്റ്റർ വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന് പാലിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. മേരാ പോസ്റ്റർ, എൻ്റെ പോസ്റ്ററിൽ എന്തൊക്കെ വേണം? ഗുൽമോഹർ കി വർഷഗാഠ് സെ സംബന്ധിത് ഹെ, ഗുൽമോഹറിൻ്റെ ജന്മദിനത്തെ കുറിച്ചുള്ള പോസ്റ്ററാണല്ലോ, അതുകൊണ്ട് ഗുൽമോഹറിൻ്റെ ജന്മദിനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാവണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ് പ്രോഗ്രാം, അതാണ് ആദ്യം നോട്ടീസിൽ ഉണ്ടാവേണ്ടത്, പോസ്റ്ററിൽ. പിന്നെ സ്ഥാൻ, താരീഖ്, സമയം, സ്ഥലം, എവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത്, അത്, ആ പരിപാടി എവിടെ വെച്ചാണ് നടക്കുന്നത്, അത് അവിടെ രേഖപ്പെടുത്തണം. താരീഖ്, തീയതി, ഡേറ്റ് വേണം. സമയം വേണം. അധിക ഉല്ലേഖ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ആകർഷക, പിന്നെ അത് നല്ല ആകർഷകവുമായിരിക്കണം. ഇതാണ് ഒരു പോസ്റ്ററിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വർഷഗാണ്ട്, ഗുൽമോഹറിൻ്റെ വർഷഗാണ്ടിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പേജ് നമ്പർ 13, പേജ് നമ്പർ 13. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ എല്ലാ കൂട്ടുകാരികളും മീനയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, ആ ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, ഹാപ്പി ബർത്ത്ഡേ ടു യു ഗുൽമോഹർ, നിർമ്മലിനെ ഹസ്കർ കഹ, നിർമ്മൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീന അബ് ബതാओ ഗുൽമോഹർ ക ജന്മദിൻ ക്യോ മനാ രഹി ഹോ, മീന ഇനി പറയൂ, ഗുൽമോഹറിന്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? നിർമ്മൽ ചോദിച്ചു. യേ ബേചാര പിछले രവിവാർ കോ ഹി കട്ടാ ജാനെ വാലാ ഥാ, ആ ഈ പാവം പിछले രവിവാർ, കഴിഞ്ഞ സൺഡേ, കോ ഹി കട്ടാ ജാനെ വാലാ ഥാ, മുറിച്ച് മാറ്റപ്പെടേണ്ടതായിരുന്നു. മീന ബോലി. ക്യോ, എന്തിന്? ക്യൂക്കി ഇസ് പർ ഫൂൽ നഹി ആ രഹേ ഥേ, ഇതിൽ ഒറ്റ പൂക്കളും വന്നിട്ടില്ലായിരുന്നു. 6 സാൽ പെഹലെ, 6 വർഷങ്ങൾക്ക് മുമ്പ്, ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, വീടൊക്കെ പണി തീർന്നതിന് ശേഷം, മാനെ ബഗീച്ച ലഘുവായ, അമ്മ ഒരു പൂന്തോട്ടം നിർമ്മിച്ചു. ഹരി ഘാസ് ലഘുവായി, പച്ച പുല്ലുകൾ വെപ്പിച്ചു.
ഫൂലോं की क्यारियां बनवाई, പൂക്കളുടെ തടങ്ങളും നിർമ്മിച്ചു. അമ്രൂദ്, ആം और ഗുൽമോഹർ के दो दो पौधे लगवाए. മാത്രമല്ല അമ്രൂദിൻ്റെയും, അമ്രൂദ് പേരക്ക, ആം മാങ്ങ, മാവും, അതായത് അമ്രൂദ് പേരക്കയുടെയും മാവും, പിന്നെ ഓൾ ഗുൽമോഹർക്ക്, പിന്നെ അതുകൂടാതെ ഗുൽമോഹറിൻ്റെ ഗുൽമോഹറിൻ്റെ 2 തൈകളും പൗധെ ലഘുവായെ വെപ്പിച്ചു. ഏക് മേസെ ഒന്നിൽ നിന്നും ലാൽ ഓർ ദൂസരെ മേസെ പീലെ രംഗിക്ക് ഫൂൽ നിക്കലിനെ ചാഹിയേ ഥേ. ഒരു മരത്തിൽ ലാലും, 2 തൈകളാണ് വെപ്പിച്ചത്. അതിൽ ഏക് മേസെ ഒന്നിൽ നിന്നും ലാൽ ചുവപ്പും, ഓർ ദൂസരെ മേസെ രണ്ടാമത്തേതിൽ നിന്നും മറ്റേതിൽ നിന്നും പീലെ രംഗിക്ക് മഞ്ഞ നിറത്തിലുള്ള ഫൂൽ നിക്കലിനെ ചാഹിയേ ഥേ. രംഗിക്ക് ഫൂൽ, ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുമാണ് വരേണ്ടിയിരുന്നത്. പേട് ലഗ്നേക്ക് കുച്ച് സാൽ ബാദ്, മരം വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏക് മേസെ ഒരു മരത്തിൽ നിന്നും പീലെ രംഗിക്ക് ഫൂൽ നിക്കലായി, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വന്നു. ലേക്കിൻ പക്ഷേ ഇസ് പേട് പർ, ഈ മരത്തിൽ ചൗഥേ സാൽ ഭി, 4ാമത്തെ വർഷവും ഫൂൽ നഹി ആയേ, പൂക്കൾ വന്നില്ല. അച്ഛാ തോ ഫിർ, ആണോ എന്നിട്ടോ? നിർമ്മൽ ചോദിച്ചു. പേജ് നമ്പർ 14. माँ ने कहा इस पेड़ को कटवाकर दूसरा लगवाते हैं, നമുക്ക് ഈ മരം മുറിച്ചിട്ട് വേറെ വെക്കാം. पर मैं इस पेड़ को बहुत चाहती थी, പക്ഷേ എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ മരത്തിനെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. मैं सोचती, ഞാൻ വിചാരിച്ചു, ഇസ് पेड़ पर फूल तो नहीं आए, ഈ മരത്തിൽ പൂക്കൾ വന്നില്ല. മഗർ പക്ഷേ ഇസ്കെ പത്തെ ഓർ ഇസ്കി ഡാലെ കിത്തനി സുന്ദർ ഹെ, ഇതിൻ്റെ പത്തെ, ഇതിൻ്റെ ഇലകളും, ഓർ ഇസ്കി ഡാലെ, ഇതിൻ്റെ കൊമ്പുകളും, കിത്തനി സുന്ദർ ഹെ, എന്തൊരു ഭംഗിയാണ്. കിത്തനി ठंडी ठंडी ഛായ ദേത്തി ഹെ, എത്ര തണുത്ത തണലാണ് ഇത് നൽകുന്നത്. ഓർ കൂടാതെ മേരെ കമരേക്ക് ഖിടക്കി സെ യെ കിത്തന അച്ഛാ ലഗ്താ ഹെ, എൻ്റെ റൂമിലെ, മേരെ കമരേക്ക് ഖിടക്കി, എൻ്റെ റൂമിലെ ഖിടക്കി സെ, ജനലിലൂടെ, യേ ഇത് കിത്തന അച്ഛാ ലഗ്താ, എന്തൊരു ഭംഗിയാണ് കാണാൻ. മേ സോച്ച്തി, ഞാൻ വിചാരിച്ചു, ഇസ് പേട് പർ ഏക് ന ഏക് ദിൻ ജറൂർ ഫൂൽ ആയെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ, മറ്റൊരു ദിവസം എന്തായാലും ഇതിൽ പൂക്കൾ വരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. മാനെ പക്ക ഫൈസല ലിയാ ഥാ, അമ്മ ഉറച്ച തീരുമാനമെടുത്തിരുന്നു പേട് കട്ടുവാനേക്ക്, മരം മുറിപ്പിക്കാൻ. മേനെ മാസെ ബഡേ പ്യാർ സെ കഹ, ഞാൻ അമ്മയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, മാ അഗർ അഗലി ഗർമി മേ ഭി ഇസ് പർ ഫൂൽ ന ആയെ തോ ആപ് ബേശക് ഇസെ കട്ട്വാ ദീജിയെ. അമ്മേ അഗർ, ഒരു പക്ഷേ അഗലി ഗർമി മേ, അടുത്ത വേനലിലും, ഇസ് പർ, ഇതിൽ, ഫൂൽ ന ആയെ തോ, പൂക്കൾ വന്നില്ലെങ്കിൽ, ആപ്പ്, താങ്കൾ, ബേശക്, നിസ്സംശയം, ഇസെ കട്ട്വാ ദീജിയെ, ഇതിനെ മുറിപ്പിച്ചോളൂ, ഉറപ്പായിട്ടും. മേ ചുപ്കെ, ഞാൻ ആരും അറിയാതെ, മിണ്ടാതെ, ഇസേ, ഇതിന് കുച്ച് ഓർ പാനി ദേ ആത്തി, ആരും അറിയാതെ ഞാൻ കുറച്ചുകൂടി വെള്ളം എന്നും ഒഴിച്ചു കൊടുത്തിരുന്നു. കിന്തു പക്ഷേ, ഇസ് ഗർമി മേ ഭി, ഈ വേനലിലും, ഇസ് പർ കൊയ് ഫൂൽ നഹി ഖില, ഇതിലൊരു പൂവ് പോലും വിരിഞ്ഞില്ല. ഇസ് പർ മേ ബഹോത് ഉദാസ് ഥി, ഇതിലെനിക്ക് ഭയങ്കര ദുഃഖമുണ്ടായിരുന്നു. മേനെ സോച്ച, ഞാൻ വിചാരിച്ചു, മാ ഇസ്കോ ജറൂർ കട്ട്വാ ദേങ്കി, അമ്മ എന്തായാലും ഈ മരം മുറിപ്പിക്കും. ഏക് ദിൻ മാനെ മാലിസെ കഹ, ഒരു ദിവസം അമ്മ മാലിസെ കഹ, തോട്ടക്കാരനോട് പറഞ്ഞു, ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ഓർ ഇസ്കി ജഗ പർ ദൂസര ഗുൽമോഹർ ലഗാവോ. ഈ മരം, ഈ ഗുൽമോഹർ മരം നീ മുറിച്ചോ, ഓർ എന്നിട്ട് ഇസ്കി ജഗ പർ, ഈ സ്ഥലത്ത് തന്നെ ദൂസര ഗുൽമോഹർ ലഗാവോ, മറ്റൊരു ഗുൽമോഹർ വെച്ചോളൂ. അതിൻ്റെ താഴെ ഒരു ചോദ്യമുണ്ട്. മീന ചുപ്കേസെ ഗുൽമോഹർക്കോ കുച്ച് ഓർ പാനി ദേ ആത്തി, മീന ആരും അറിയാതെ ഗുൽമോഹറിന് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. വ ഐസ ക്യൂ കർത്തി ഹെ, അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നമുക്കറിയാം, ചൗഥേ സാൽ ബി, 4ാം വർഷവും ഇസ്മേ ഫൂൽ നഹി ആയ, അല്ലേ, ഈ മരത്തിൽ പൂക്കൾ വന്നില്ല. ഇസ്ലിയേ ക്യാ മാനെ, അതുകൊണ്ട് അമ്മ, ക്യാ ഫൈസല ലിയാ ഥാ, പേട് കട്ട്വാനെ കാ ഫൈസല ലിയാ ഥാ, അതുകൊണ്ട് തന്നെ മരം മുറിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചിരുന്നു. പക്ഷേ മീന ഇസ് പേട് കോ ബഹുത് ചാഹത്തി ഥി, മീന ഈ മരത്തിനെ നന്നായി ആഗ്രഹിച്ചിരുന്നു, നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ഇസ്ലിയേ വോ ചുപ്കേസെ, ആരും അറിയാതെ ഗുൽമോഹർ കോ കുച്ച് ഓർ പാനി ദേ ആത്തി, ഗുൽമോഹർ മരത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു, അല്ലേ. അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 15. അങ്ങനെ അമ്മ മാലിയോട് മരം മുറിക്കാൻ പറഞ്ഞതുകൊണ്ട്
मैं सारे दिन ഞാൻ അന്ന് ദിവസം മുഴുവൻ बहुत ഉദാസ് രഹി, വളരെ ദുഃഖിതയായിരുന്നു ഞാൻ. കൽ തോ മേരാ പ്യാരാ പേട് ഹോഗാ ഹി നഹീ, നാളെ എൻ്റെ മരമുണ്ടാവില്ലല്ലോ അതോർത്തിട്ട്. ദൂസരേ ദിൻ സുബഹ്, രാവിലെ, അടുത്ത ദിവസം പിറ്റേന്ന് സുബഹ് രാവിലെ, അമ്മ മുझे ജഗാത്തെ ഹുയെ ബോലി, അമ്മ എന്നെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, മീന മീന ഉഠോ ഉഠോ, മീന എഴുന്നേൽക്ക്, തുമേ കുച്ച് ദിഖാവോ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. ജറാ ഗുൽമോഹർക്കോ ദേഖോ, നീ ആ ഗുൽമോഹർ മരത്തിനെ ഒന്ന് നോക്കൂ. കഹാ ക്യാ, മേ ആഖെ മൽത്തെ ഹുയെ ദേഖ്നെ ലഗി, ഞാൻ എന്താ എവിടെ, ഞാൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് നോക്കാൻ തുടങ്ങി. ധ്യാൻ സെ ദേഖോ, ശ്രദ്ധിച്ചു നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. ഗുൽമോഹർ കെ പത്തോ കെ ബീച്ച്, ആ ഗുൽമോഹറിന്റെ ഇലകൾക്ക് നടുവിലേക്കൊന്ന് നോക്കൂ. ഫൂൽ, ഹായ് പൂവ്, ഗുൽമോഹർ പർ ഫൂലായേ, ഹായ് ഗുൽമോഹർ മരത്തിൽ പൂ വന്നിരിക്കുന്നു. മേ ഖുഷി സെ നാച്നെ ലഗി, ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേഖോ ദേഖോ, നോക്കൂ നോക്കൂ. മാ, അമ്മേ, മേ കഹതി ഥി നാ कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे, അമ്മേ ഞാൻ പറഞ്ഞിരുന്നില്ലേ, മേ കഹതി ഥി നാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, कि എന്തെന്ന്, ഇസ് ഗർമി മേ, ഈ വേനലിൽ മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയെങ്കിൽ, എൻ്റെ ഗുൽമോഹർ മരത്തിൽ പൂവ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. മേ ബോലി, ഞാൻ പറഞ്ഞു. പെഹലി ബാർ ആയേ 5-6 ലാൽ ഫൂൽ, ആദ്യമായി ഉണ്ടായ 5-6 ചുവന്ന പൂക്കൾ. ഹരേ ഹരേ പത്തോ മേ സെ ജാഗ് രഹേ ഥേ, പച്ച പച്ച ഇലകൾക്കിടയിലൂടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. കിത്തനെ സുന്ദർ ലഗ് രഹേ ഥേ, എത്ര സുന്ദരമായിരുന്നത് കാണാൻ. മേ ഭാഗ് കർ നീച്ചെ ബഗീച്ചെ മേ ഗയി, ഞാൻ ഓടിച്ചെന്ന് താഴെ പൂന്തോട്ടത്തിലേക്ക് പോയി. ഓർ എന്നിട്ട് ഗുൽമോഹർ കെ പേട് സെ ലിപ്പട്ട് ഗയി, എൻ്റെ ഗുൽമോഹർ മരത്തിനെ ഞാൻ കെട്ടിപ്പിടിച്ചു. കിത്തനി അച്ചി ബാത് ഹുയി, എത്ര നല്ല കാര്യമല്ലേ. ഇസ് ബേചാരി പർ ഫൂൽ ആകെ, ഈ പാവ മരത്തിൽ പൂ വന്നത് എത്ര നന്നായി അല്ലേ. നിർമ്മൽ പറഞ്ഞു. ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ഓർ ഇസ്കി ജഗഹ പർ ദൂസരാ ഗുൽമോഹർ ലഗാओ, മാ കെ ഇസ് മനോഭാവ് പർ ചർച്ച കരെ. അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ, ഈ മരം മുറിക്കൂ, എന്നിട്ട് ഇതിൻ്റെ സ്ഥലത്ത് വേറൊന്ന് വെക്കൂ എന്ന് പറഞ്ഞു. അമ്മയുടെ ഈ മനോഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അപ്പോൾ എന്താണ്, ഇത്ര വർഷം വളർന്ന് ഇത്രയും വലിയ ഒരു മരം, തണൽ തരുന്ന ഒരു മരം, പൂക്കൾ വന്നില്ല എന്നതിൻ്റെ പേരിൽ അമ്മ മുറിക്കാൻ തയ്യാറാവുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരങ്ങളൊന്നും അങ്ങനെ മുറിച്ച് കളയരുത്, നമ്മൾ നട്ടുപിടിപ്പിക്കുക കഴിയുന്നത്ര അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കണം. ഉള്ള മരം മുറിച്ച് കളയുകയല്ല വേണ്ടത്. ഓക്കെ, പേജ് നമ്പർ 16 നോക്കാം. മീന ബോലി, അതെ ശരിയാണ്, മീന പറഞ്ഞു. ഫിർ മാ ഭി അമ്മയും ബഗീച്ചേമേ ആകെ, പൂന്തോട്ടത്തിലേക്ക് വന്നു. മേനെ മാസെ കഹ, ഞാൻ അമ്മയോട് പറഞ്ഞു, മാ മേ അപ്പനെ ഗുൽമോഹർ കി 5വീ വർഷഗാണ്ട് മനാവുങ്കി, അമ്മേ ഞാൻ എൻ്റെ ഗുൽമോഹർ മരത്തിൻ്റെ 5ാം ജന്മദിനം ഞാൻ എന്തായാലും ആഘോഷിക്കും. മേ അപ്പനി സഹേലിയോക്കോ ദാവത്ത് ദൂങ്കി, ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്ക് ദാവത്തും സദ്യയും നൽകും. മാനെ ഖുഷ് ഹോക്കർ കഹ, അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ജറൂർ, തീർച്ചയായും. യഹി ഗുൽമോഹർ കി ഛായാമേ ദാവത്ത് കരും, ഈ മരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ സദ്യ ഒരുക്കിക്കോളും. അപ്പനി സബ് സഹേലിയോക്കോ ബുലാവും, നിന്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ. മീന ജബ് കഹാനി സുനാ ചുക്കി തോ, മീന കഥ പറഞ്ഞു തീർന്നപ്പോൾ ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേഖ, അവൾ ഗുൽമോഹർ മരത്തിന് നേരെ നോക്കി. ഉസ്കോ ऐसा लगा, അവൾക്ക് ഇങ്ങനെ തോന്നി, ജൈസെ എങ്ങനെ, ഗുൽമോഹർ ഭി അപ്നി കഹാനി സുൻതാ മുസ്കുരാ രഹാ ഥാ, ഗുൽമോഹർ മരവും തൻ്റെ സ്വന്തം കഥ കേട്ട് പുഞ്ചിരിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. जैसे गुलमोहर भी अपनी कहानी सुनता मुस्कुरा रहा था, गुलमोहर के विचार क्या क्या होंगे. അപ്പോൾ ഗുൽമോഹറും തൻ്റെ കഥ കേട്ട് പുഞ്ചിരിക്കുന്നതായി തോന്നി. ഗുൽമോഹറിൻ്റെ ഈ വിചാരം, ഗുൽമോഹറിൻ്റെ ഈ ഇത് എങ്ങനെ ക്യാ ഹോങ്ക, എന്തൊക്കെയായിരിക്കും ഗുൽമോഹർ വിചാരിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെയായിരിക്കും. താഴെ ഗാന്ധിജിയുടെ ഒരു വാക്യമുണ്ട്. जिसे पुस्तक पढ़ने का शौक है वो सब जगह सुखी रह सकता है. മഹാത്മാഗാന്ധി. അതായത്
ആർക്കാണോ പുസ്തക വായന, റീഡിംഗ് ഹാബിറ്റ്, പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവരാരാണോ അവർ സബ് ജഗ എല്ലായിടത്തും സുഖി രഹ സക്ത ഹെ, അവർക്ക് സന്തോഷമായിരിക്കും, സുഖമായ ജീവിതമായിരിക്കും അവരുടേത്. അതായത് വായനാശീലം വളർത്തിയെടുക്കുക എന്ന് അർത്ഥം. വായനാശീലമുള്ള ആളുകൾ എല്ലായിടത്തും വളരെ സന്തോഷത്തോടെയായിരിക്കും ജീവിക്കുക എന്നർത്ഥം. പേജ് നമ്പർ 17, പേജ് നമ്പർ 17. വാക്യ ചുൻകർ ലിഖേ, ഈ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. മേ തുമേ സാരി കഹാനി ബത്താ ദൂംഗി, ഞാൻ നിനക്ക് എല്ലാ കഥകളും പറഞ്ഞു തരാം. അച്ഛാ ജറൂർ ആവുംഗി, ശരി ഞാൻ തീർച്ചയായും വരാം. ഇത് ഈ ബത്താ ദൂംഗി, ആവുംഗി, രേഖാങ്കിത് ശബ്ദം കണ്ടല്ലോ. രേഖാങ്കിത് അംശ പർ ധ്യാൻ ദേ, ഈ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. പാഠഭാഗ് സേ ऐसे വാക്യ ചുൻകർ ലിഖേ, പാഠഭാഗത്തിൽ നിന്നും ഇങ്ങനെയുള്ള വാക്യങ്ങൾ, സെന്റൻസുകൾ തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതുക. വാക്യോം പർ ധ്യാൻ ദേ, ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. पेड़ लगने के कुछ समय बाद एक में से पीले रंग के फूल निकल आए. മരം നട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലേ, കുച്ച് സമയം ബാദ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏക് മേസെ, ഒന്നിൽ നിന്നും പീല രംഗയ്ക്ക് ഫൂൽ നിക്കലായ, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വന്നു. മാനെ മാലി സെ കഹ, അമ്മ തോട്ടക്കാരനോട് പറഞ്ഞു, കി എന്നാൽ ഇസ്കി ജഗ പർ ദൂസര ഗുൽമോഹർ ലഗാവോ, ഇതിന്റെ സ്ഥലത്ത് മറ്റൊരു ഗുൽമോഹർ വെക്കൂ. ഘർ തയ്യാർ ഹോ ജാനെ കെ ബാദ് മാനെ ബഗീച്ച ലഗവായ, വീട് തയ്യാറായതിനു ശേഷം അമ്മ ബഗീച്ച വെപ്പിച്ചു, പൂന്തോട്ടം. രേഖാങ്കിത് അംശ പർ ധ്യാൻ ദേ, ഇതിലൊക്കെ അണ്ടർലൈൻ ചെയ്ത ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. പാഠഭാഗ് സേ ऐसे വാക്യ ഛാണ്ട് കർ ലിഖേ, പാഠഭാഗത്തിൽ നിന്നും ഇത്തരം വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. പേജ് നമ്പർ 18. കഹാനി പഠേൻ താലിക ഭരെ, ആ കഥ വായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് എഴുതേണ്ടതെന്ന് കിട്ടും. ലാൽ ലാൽ ഫൂൽ, ചുവന്ന പൂക്കൾ. പിന്നെ പത്തേ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഛായ, എന്ത് തണൽ, അതിവിടെ ഉണ്ട്. പത്തേ, എന്ത് തരം ഇല, അതിവിടെ എഴുതുക. പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. അടുത്തത് പഠേ ലിഖേ, വായിക്കാം എഴുതാം. निर्मल चुस्त लड़की है, वो सुंदर और होशियार है, चंचल और चतुर भी है. रामू माली है, मोटा आदमी है, वो सुस्त है ലേക്കിൻ ഈമാൻദാർ ഹെ. അതായത് ഇവിടെ നിർമ്മലിനെ കുറിച്ച് കുറേ നിർമ്മലിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. നിർമ്മൽ ചുസ്ത് ലട്കി, സുന്ദറാണ്, ഓർ ഹോഷിയാറാണ്, ചഞ്ചൽ ഓർ ചതുർ ഭി ഹെ, നല്ല സമർത്ഥിയാണ്, നല്ല സുന്ദരിയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. രാമുവിനെ കുറിച്ച് പറഞ്ഞു. രാമു മാലിയാണ്, അല്ലേ, തോട്ടക്കാരനാണ്. മോട്ട ആത്മി ഹെ, അയാളൊരു തടിച്ച ആളാണ്. വോ സുസ്ത് ഹെ ലേക്കിൻ ഈമാൻദാർ ഹെ, നല്ല സത്യസന്ധനാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിർമ്മൽ കി വിശേഷത, ഇവിടെ എഴുതേണ്ടത് നിർമ്മലിനെ കുറിച്ച് എന്തൊക്കെ വിശേഷതകളാണ് ഇവിടെ പറഞ്ഞത്, അതൊക്കെ ഈ ഭാഗത്ത് എഴുതുക. രാമു കി വിശേഷത, രാമുവിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അത് ഈ ഭാഗത്തും എഴുതുക. പേജ് നമ്പർ 19, പേജ് നമ്പർ 19. ബിന്ദുओं की सहायता से ലഘുലേഖ ലിഖേ, ഈ താഴെ കൊടുത്ത പോയിന്റ്സുകൾ ചേർത്തിട്ട് നിങ്ങൾ ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കണം. പേടോ സെ ലാഭ്, പേടോ കി കട്ടായി ക്യോ, പേടോ കി സംരക്ഷൺ കി ആവശ്യകത. അപ്പം മരങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, മരം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. പേടോ കി കട്ടായി ക്യോ, മരങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുറിച്ച് മാറ്റുന്നത്, എന്ത് കാര്യത്തിനൊക്കെയാണ്. പേടോ കി സംരക്ഷൺ കി ആവശ്യകത, മരം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത. അപ്പം നമുക്കറിയാം നമുക്ക് മരം എന്തൊക്കെയാണ്. പേട് സെ ലാഭ്, എന്തൊക്കെയാണ് പേട് കൊണ്ടുള്ള, മരങ്ങൾ കൊണ്ടുള്ള ലാഭം എന്തൊക്കെയാണ്. പേട് ഹമേ ഓക്സിജൻ ദേത്താ ഹെ, ഹെന, ഓക്സിജൻ, നല്ല ശുദ്ധവായു നമുക്ക് ലഭിക്കുന്നു. പിന്നെ ബാരിഷ് ദേത്താ ഹെ, പിന്നെയോ സബ് ബഹുത് ചീസേ ഹമേ ഖാനെ കി ചീസേ, ഹെന, ഭോജൻ കി വസ്തു ഒക്കെ കിട്ടുന്നില്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരു പേജ് നമ്പർ 19, പേജ് നമ്പർ 19 നോക്കാം. ബിന്ദുओं की सहायता से ലഘുലേഖ ലിഖേ, ഈ താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. പേടോ സെ ലാഭ്, മരങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്. പേടോ കി കട്ടായി ക്യോ, മരങ്ങൾ മുറിക്കുന്നത് എന്തിനാണ്. പേടോ കി സംരക്ഷൺ കി ആവശ്യകത, മരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത്. ഇതിനെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതുക. നമുക്കറിയാം മരം എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നതെന്ന്, അല്ലേ.
നമുക്കറിയാം എന്തൊക്കെയാണ് മരങ്ങൾ നമുക്ക് നൽകുന്നതല്ലേ. ഓക്സിജൻ ദേത്താ ഹേ, സ്വച്ഛ് പാനി അല്ലേ, സ്വച്ഛ് വായു, ഭോജൻ, बहुत सारी चीज़ें, ദവായ്, ജഡി ബൂട്ടിയ, ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മരത്തിൽ നിന്നും കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ ഘർ ബനാനെ കെ ലിയെ ഹം ലക്കടിയ, വീടുകൾ നിർമ്മിക്കാനുള്ള മരങ്ങൾ, ഫർണിച്ചർ ബനാനെ കെ ലിയെ, വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാനുള്ള സാധനങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പേടൊക്കെ കട്ടായി മരങ്ങൾ മുറിക്കാറുള്ളത് അല്ലേ. പേടൊക്കെ സംരക്ഷണയ്ക്ക് ആവശ്യകത, മരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് മഴ നന്നായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മരങ്ങൾ വേണം. പിന്നെ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണം. പിന്നെ ശുദ്ധമായ വായു ശ്വസിക്കുന്നതിനൊക്കെ നമുക്ക് മരങ്ങൾ വേണം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത് പത്ര തയ്യാർ കരെ, കത്തെഴുതാൻ. മീനാക്കി സഹേലിയ ജന്മദിൻ മനാനെ ആയി ഥി, മീനയുടെ കൂട്ടുകാരികൾ ജന്മദിനം ആഘോഷിക്കാൻ വന്നിരുന്നു. ലേക്കിൻ പക്ഷേ അപർണ നഹി ആ സക്കി, അപർണയ്ക്ക് വരാൻ സാധിച്ചില്ല. ജന്മദിൻ സമാരോഹ കാ വിവരൺ ദേത്തെ ഹുയെ, ജന്മദിൻ പരിപാടിയെ, ഈ ആഘോഷത്തെ വിവരിച്ചുകൊണ്ട് നിർമ്മൽ അപർണക്കോ പത്ര ലിഖ, അപർണയ്ക്ക് ഒരു കത്തെഴുതി. വോ പത്ര കൽപ്പന കർക്ക് ലിഖി, ആ കത്ത് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് എഴുതുക. അപ്പോൾ കത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതാ ഇതൊക്കെയാണ് വേണ്ടത്. സ്ഥാൻ ഓർ താരീഖ്, പ്ലേസ് ആൻഡ് ഡേറ്റ്. അപർണക്കോ സംബോധിത് കിയാ ഹെ, അപർണയെ സംബോധന ചെയ്തിട്ടുണ്ടോ? പ്രിയ അപർണ, അതാണ് സ്റ്റാർട്ടിങ്ങിൽ വേണ്ടത് അല്ലേ. ജന്മദിൻ സമാരോഹ കാ വിവരൺ ഹെ, പിന്നെ ജന്മദിൻ ആഘോഷത്തെക്കുറിച്ച് അതിൽ വിവരിച്ചിട്ടുണ്ടോ? സുനിർദേശ് ഹെ, പിന്നെ നിന്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ തുമാരി മീന, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ എഴുതുന്നത് ആരാണ്? നിർമ്മലാണ് എഴുതുന്നത്. നിർമ്മൽ അപർണയ്ക്കാണ് കത്തെഴുതുന്നത്. അപ്പോൾ തുമാരി നിർമ്മൽ, അങ്ങനെ താഴെ വെക്കണം സുനിർദേശ്. അപ്പോൾ എല്ലാവരും ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ്.